ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോപ്പപ്പ് അലോട്ട്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. സോ ഇന്നലെ നമുക്ക് കീമിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. സീറ്റ് കിട്ടിയ എല്ലാ കാൻഡിഡേറ്റ്സിനും കൺഗ്രാജുലേഷൻസ്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോപ്പപ്പ് റൗണ്ട് ആണ്. മോപ്പപ്പ് റൗണ്ട് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷവും നമ്മുടെ കോളേജുകളിൽ ഫിൽ ചെയ്യാത്ത സീറ്റ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു അലോട്ട്മെൻ്റ് ആണ് മോപ്പപ്പ് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ മോപ്പപ്പ് റൗണ്ട് എന്ന് പറയുന്നത്. മോപ്പപ്പ് റൗണ്ടിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കറൻ്റ്ലി ഉള്ള ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ ഒരു ഹയർ ഓപ്ഷൻസ് ആഡ് ചെയ്യണം. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് കൺസിഡർ ചെയ്യുന്നതല്ല, നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ ഓപ്ഷൻസ് എന്തായാലും ആഡ് ചെയ്യണം, അത് നിർബന്ധമാണ്. നെക്സ്റ്റ്, ആർക്കൊക്കെയാണ് മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള ആർക്കും ഇനി മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുപോലെ ഫസ്റ്റ് ആൻഡ് തേർഡ് അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ നൽകാൻ സാധിക്കാത്ത എല്ലാ കാൻഡിഡേറ്റ്സിനും നമുക്ക് എന്ത് ചെയ്യാം, മോപ്പപ്പ് അലോട്ട്മെൻറ്റ് ഓപ്ഷൻ കൊടുക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ്, ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകൾ, ഗവൺമെൻറ് കൺട്രോൾ ഫിനാൻസിങ് കോളേജുകൾ അഡ്മിഷൻ എടുത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അലോട്ട്മെൻറ്റ് കിട്ടി ബട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റിയില്ല, അതേപോലെ അഡ്മിഷൻ എടുത്തു ബട്ട് ക്യാൻസൽ ചെയ്തു, ഇങ്ങനെ ചെയ്തവർക്കും ഇനി മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. മോപ്പപ്പ് റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓൾറെഡി അഡ്മിഷൻ കിട്ടിയവർക്ക് മുമ്പ് ഉണ്ടായിരുന്ന സീറ്റ് ക്യാൻസൽ ആവുന്നതാണ്. അതായത് കറൻ്റ്ലി നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു അഡ്മിഷൻ എടുത്ത് ഒരു കോളേജിൽ നിങ്ങൾ ചേർന്നു ആൻഡ് നിങ്ങൾ മോപ്പപ്പ് അലോട്ട്മെൻറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു പുതിയൊരു കോളേജിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന നിങ്ങളുടെ മുമ്പത്തെ കോളേജിൽ ഉണ്ടായിരുന്ന സീറ്റ് നിങ്ങൾക്ക് ക്യാൻസൽ ആവും. അതേപോലെ തന്നെ പുതിയ കിട്ടിയ കോളേജിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കേണ്ടി വരും, നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. മേക്ക് ഷുവർ നിങ്ങൾക്ക് ഷുവർ ആണെന്ന്, ഇനിയുള്ള ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടി ഷുവർ ആണെങ്കിൽ മാത്രം മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് നമുക്ക് മോപ്പപ്പ് അലോട്ട്മെൻറ്റിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. സീറ്റിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് മോപ്പ് റൗണ്ട് ഉണ്ടാവുന്നതായിരിക്കും. ഒരുപാട് സീറ്റ് വേക്കൻ്റ് ആണെങ്കിൽ മോർ ദാൻ 1 മോപ്പപ്പ് റൗണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് കറൻ്റ്ലി അറിയാവുന്ന ഗൈഡ് ലൈൻസ്. ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതറിയാൻ വേണ്ടിയിട്ട് make sure you subscribe to our channel and enable that bell icon. Hope you find this video helpful. Thank you so much. I will see you in the next video. Bye bye. Hey, do you want to kickstart your architect and B-design career? Then this video is for you. We help you crack NID, NIFT, USEET, NATA and JEE entrance examination. We have the best system designed for you. We offer live classes, recorded classes, study materials, both hard and soft copies, practice mock test, monthly report cards to track your performance, assignment evaluated by senior architects, individual attention from your class teachers, free career guidance by our coordinates. What are you waiting for? Join us, Kerala's #1 entrance examination preparation institution.